അത് എന്താണെന്നുള്ളതെല്ലാം പരിശോധിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നല്ല മഴയാണ്. മുൻകരുതലുകൾ കൃത്യമായി സാധാരണഗതിയിൽ എടുക്കാറുണ്ട്. അതിലൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അപ്പം ഒരു ബോഡി കൺഫേം ആക്കിയിട്ടുണ്ട്. 3 പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പം അനൗദ്യോഗികമായി കിട്ടുന്ന വിവരം. അപ്പോൾ ഏതായാലും അത് സംബന്ധിച്ച് ബാക്കി ആളുകൾ എത്രയും രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന ശ്രമം സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാവരുടെയും നേതൃത്വം നടന്നുകൊണ്ടിരിക്കുകയാണ്. വയനാടിനെ സംബന്ധിച്ച് വീണ്ടും ഒരു ദുരന്തം ഉണ്ടായി എന്നുള്ള വലിയ പ്രയാസത്തോടു കൂടിയാണ് കാണുന്നത്. അപ്പം എന്താണെന്നുള്ളതെല്ലാം ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് പരിശോധിക്കേണ്ടതാണ്. ഇപ്പം രക്ഷാപ്രവർത്തനം വളരെ ത്വരിതഗതിയിൽ നടത്തുക എന്നുള്ളതാണ് നടത്തേണ്ടത്. എല്ലാവരും ആ നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു കാര്യം കൂടി, ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ദുരന്തത്തിന്റെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരം ഒരു രക്ഷാപ്രവർത്തനം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളുണ്ടായ ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ട് അലേർട്ട് ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഇവിടെ തുരങ്കപാതയുടെ പണി വീണ്ടും നടത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതെ, ഇപ്പം കഴിഞ്ഞ 2 ദിവസങ്ങളായി മഴയാണ്. അത്തരത്തിലുള്ള മുൻകരുതൽ എടുത്തിട്ടുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതാണ്. ഇപ്പം നിലവിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. സന്നദ്ധ പ്രവർത്തനം നാട്ടുകാരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വലിയ രൂപത്തിലുള്ള മഴയുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള മുൻകരുതൽ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സർക്കാർ സംവിധാനമൊക്കെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ആദ്യത്തെ പ്രാഥമിക കാര്യം രക്ഷാപ്രവർത്തനമാണ്. അതായത് വലിയ രൂപത്തിലുള്ള മണ്ണ് കിടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കുറച്ച് പേര് കൂടെ ഉണ്ടാവുമെന്നാണ് നാട്ടുകാരെല്ലാം പറയുന്നത്. അപ്പം നമുക്ക് മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് വ്യക്തതയോട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഒരാളുടെയും ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നാണ് നാട്ടുകാരും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും എല്ലാം ശ്രമിക്കുന്നത്. CPIM പ്രവർത്തകരും ആ പ്രവർത്തനത്തിലെല്ലാം പങ്കാളിയായിക്കൊണ്ട് നിൽക്കുകയാണ്.